ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. സുഹൃത്ത് ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഒരു സുഹൃത്ത്? ഒരു നല്ല സുഹൃത്ത് ആരാണ്? സുഹൃത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു നല്ല സുഹൃത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അല്ലെങ്കിൽ ചോദിച്ചാൽ എന്താണെന്ന് അറിയാമോ? അതായത് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാത്തത് ആരാണോ അയാളാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. നമ്മൾ മനസ്സിലാക്കുക, മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഒഴിവാക്കാത്തത് ആരാണോ അയാളാണ് നമ്മളുടെ യഥാർത്ഥ സുഹൃത്ത്. അതുപോലെ തന്നെ സുഹൃത്തിന് മറ്റൊരു ഡെഫിനിഷനുണ്ട്. ആപത്തിൽ ഉപകരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ നല്ല സുഹൃത്ത്. ആപത്തിൽ ഉപകരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ നല്ല സുഹൃത്ത്. അതുപോലെ സുഹൃത്തിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. സുഹൃത്ത് എപ്പോഴും എന്തായിരിക്കണം? നന്മയുള്ള ഒരാളായിരിക്കണം. നന്മയുള്ള ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. അതുപോലെ തൻ്റെ സുഹൃത്ത് തെറ്റിലേക്ക് പോകാതെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളാണ് ഒരു നല്ല സുഹൃത്ത്. കേട്ടോ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മെ ശരിയിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മറ്റൊരു വശമാണ്. സുഹൃത്ത് ബന്ധം. ഈ സുഹൃത്ത് ബന്ധം നമ്മൾ പറഞ്ഞ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞല്ലോ, സ്നേഹത്തിൽ നിന്നാണ് സുഹൃത്ത് ബന്ധമൊക്കെ ഉടലെടുക്കുന്നത്. കേട്ടോ, സ്നേഹത്തിൽ നിന്നുമാണ് സുഹൃത്ത് ബന്ധം ഉടലെടുക്കുന്നത്. അതായത് സുഹൃത്ത് ബന്ധത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ്, സ്നേഹത്തിൽ നിന്നുമാണ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല സുഹൃത്ത് ബന്ധങ്ങളുടെ മൂല്യം നല്ല സുഹൃത്ത് ബന്ധങ്ങളുടെ മൂല്യം വളരെ വലുതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കുന്നതാണ് ഒരു യഥാർത്ഥ നല്ല സൗഹൃദം. ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ വഴിയിൽ കുറിച്ച് കാണുമ്പോൾ എവിടെ പോയി, അല്ലെങ്കിൽ നമ്മളെ കണ്ടു ചിരിച്ചു. അതുമാത്രമല്ല സൗഹൃദം, നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ്, ഇപ്പോൾ എന്തെടുക്കുന്നു, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കുന്നതും എന്താണ്? നല്ല ഒരു സുഹൃത്ത് ബന്ധമാണ്. സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു വശമാണ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ആപത്തിൽ ഉപകരിക്കുന്നവനാണ് സുഹൃത്ത്. അതുപോലെ തന്നെ അത് പ്രത്യേകം നമ്മൾ ഓർത്തെടുക്കണം. നന്മയിലേക്ക് നയിക്കുന്ന ഒരാളാവണം സുഹൃത്ത്. കേട്ടോ, നന്മ ചെയ്യുന്ന ഒരാളായിരിക്കണം സുഹൃത്ത്. നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം സുഹൃത്ത്. അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി പോലും എന്തായി മാറണം? മറ്റൊരാൾക്ക് നന്മകളായി മാറണമെന്നാണ്. കേട്ടോ, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഈ സത്യപ്രപഞ്ചം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ.